നമ്മൾ വീട് ചെയ്യുമ്പോഴേ നമ്മുടെ ബാത്റൂംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഇൻബിൽറ്റ് ടാങ്കുകളുള്ള യൂണിറ്റ്സ് ഒക്കെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ അത്തരം ടാങ്കുകൾ വരുമ്പോഴുള്ള അതിൻ്റെ ഒരു ദൂഷ്യം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഫ്ലഷിങ്ങിന് കുറച്ചുകൂടി അതിനകത്ത് ടാങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് വാളിനകത്ത് സ്റ്റോറേജ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഒരു ഫ്ലഷിങ് പവർ നമുക്ക് കിട്ടില്ല. ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പുഷ് വാൾവ്സ് ആണ്. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഡയറക്റ്റ് ടാങ്കിൽ നിന്നാണ് നമുക്ക് ഇതുപോലുള്ള വാൾവ്സ് വരിക. അപ്പോൾ അതിനകത്ത് ഇൻഡിപെൻഡൻറ്റ് സെപ്പറേറ്റ് ടാങ്കുകൾ നമ്മൾ പിന്നെ അതിനകത്ത് പ്ലേസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ഫോഴ്സ് ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് തന്നെ നമുക്ക് ഈ പുഷ് വാൾവ് വഴി ഇപ്പം ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് ഇതിൻ്റെ വർക്ക് നടക്കുന്ന സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഈ പുഷ് വാൾവ്സ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുൾ ഫ്ലഡ്ജിൽ നമുക്ക് റൂഫ് ടോപ്പിൽ നിന്നുള്ള ആ ഒരു ലൈനിൽ നിൽക്കുന്ന ഫുൾ പ്രഷർ നമുക്ക് നമ്മുടെ ക്ലോസറ്റിലേക്ക് നമുക്ക് കിട്ടും. ഈ ഒരു സംഭവം മാത്രമല്ല നമുക്ക് അതിനകത്ത് സ്പേസ് സേവിങ് ആൻഡ് ഒരു മോഡേൺ ലുക്ക് നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കുക വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ടാങ്ക് ഇല്ലാത്തതിനായാലും തന്നെ ബാത്റൂമിനകത്ത് ഒരു മിനിമൽ ആൻഡ് ക്ലീൻ മോഡേൺ ലുക്ക് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. വേറെ ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വേറെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് റീഫില്ലിങ്ങിനായിട്ട് വരുന്നത് സമയമില്ല. നമ്മൾ വൺസ് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പുഷ് വാൾവ്സ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അടുത്തൊരു ഫ്ലഷ് നമുക്ക് പറഞ്ഞാൽ അടുത്തൊരു മൊമെന്റിൽ വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റേത് നമുക്ക് ടാങ്കിലേക്ക് ഈ സംഭവം വന്നിട്ട് വെള്ളം വന്ന് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തൊരു ഫ്ലഷ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മെയിനായിട്ട് നമുക്ക് വാട്ടർ ടാങ്കുകളൊക്കെ വരുന്ന, അതായത് ഈ ക്ലോസറ്റിൻ്റെ വാട്ടർ ടാങ്കുകളൊക്കെ വരുന്ന രീതിയിലുള്ള ടാങ്ക് ലീക്കേജ്, അതുപോലെ തന്നെ ഫ്ലോട്ട് വാളിൻ്റെ കംപ്ലയിൻറ്റ്, അതുപോലെ തന്നെ അതിനകത്ത് കച്ചറ അടിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഡസ്റ്റ് അടിഞ്ഞിട്ടൊക്കെ വരുന്നുള്ള ഇഷ്യൂസ്, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഇത്തരം സംഭവം ഒഴിവാകുന്നതോട് കൂടി വരുന്നില്ല. ഇനീഷ്യൽ ടൈമിൽ നമ്മൾ പ്രാരംഭഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്നത് കുറച്ച് കൂടി നമുക്ക് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ കൂടി ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് തലവേദനകളില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പുഷ് വാൾവ്സ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ മനോഹരമായ വീടുകൾ നിർമ്മിക്കുമ്പോൾ നിങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മനോഹരമായ വീടുകൾ നിർമ്മിക്കാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബിൽഡ് യുവർ ഡ്രീം ഹോംസ് വിത്ത് us. ഓക്കെ.